ത്വാഇഫിന്റെ വീതിയിലേക്ക് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സമയത്ത് ത്വാഇഫിലുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളുണ്ടല്ലോ, ആ ശത്രുക്കളതാ ത്വാഇഫിലുള്ള പിഞ്ചോമന മക്കളെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയിക്കുകയല്ലേ. ആ കല്ല് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദരമാക്കപ്പെട്ട ശരീരത്തിലേക്ക് അവിടുത്തെ മേനിയിലേക്ക് കൊണ്ടിട്ടതാ. അവിടുത്തെ മേനിയിൽ നിന്നും അതാ രക്തമിങ്ങനെ ഒലിക്കുകയല്ലേ. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളതാ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തില്ലേ. അതുപോലെ തന്നെ എത്രയോ 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 മുൻഗാമികളായ മഹാന്മാര് സ്വഹാബാക്കള് എത്രയോ പീഡനങ്ങൾ അനുഭവിച്ചതാണ്. മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കളതാ കഴുമരത്തിലേക്ക് കയറ്റിയിട്ട് ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ഹുബൈബേ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബ്, ഞങ്ങൾ പറയുന്നത് ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബ്. എന്താണ് ശത്രുക്കൾ പറഞ്ഞതെന്നറിയുമോ? കഴുമരത്തിൽ അതാ നിർത്തിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നീ ഇസ്ലാം ദീനിൽ നിന്നും പിന്മാറിയാൽ ഈ കഴുമരത്തിൽ നീ നിൽക്കുന്ന സ്ഥാനത്ത് അല്ലാഹുവിന്റെ റസൂലാണ് നിൽക്കുന്നതെന്ന് നീ ഒന്ന് സങ്കൽപ്പിച്ചാൽ ഹുബൈബേ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബ്. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഇല്ല ഇല്ല, നിങ്ങൾ എന്നെ ഈ കഴുമരത്തിലിട്ട് എത്ര ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ ഇസ്ലാം ദീനിൽ നിന്നും പിന്മാറൂല. ഇസ്ലാം ദീനിൽ നിന്നും ഞാൻ പിന്മാറൂല.